ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടൂരാണ് കേട്ടോ. കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ആനത്താവളം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാലായിരിക്കും ലോക്കലി മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ ആനയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ ഒരു റൂട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നെടുമങ്ങാട് വരിക കേട്ടോ. നെടുമങ്ങാട് വന്നിട്ട് അവിടെ നിന്ന് കുറ്റിച്ചൽ പോകുന്ന റോഡ് വരിക. അവിടെ നിന്നൊരു 350 മീറ്റർ കഴിയുമ്പോഴത്തേനും നമുക്കൊരു ലെഫ്റ്റ് ഉണ്ട്, എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹിങ്ങിങ്ങെത്താം. ഓക്കെ, നമ്മളിപ്പം രാവിലെയാണ് എത്തിയത്. ഗൂഗിളിൽ കൊടുത്തിരിക്കുന്ന ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണി 7:30 കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ അതൊന്നും അല്ല, ടൈമൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 മണിക്കാണ് കേട്ടോ ഓപ്പൺ ആവുന്നത്. 8 മണിക്ക് നമുക്ക് ടിക്കറ്റൊക്കെ ഇവിടെ കൊടുക്കത്തുള്ളൂ. അതിന് ശേഷമേ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റുമേ. അപ്പോൾ എന്തായാലും നമ്മളിതാ ഈ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണാം ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ആ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാർക്കിങ്ങിൻ്റെ മുന്നിലായിട്ട് കണ്ടോ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അടിപൊളി ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രി ലൈറ്റൊക്കെ ഉണ്ടാവും. എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൈസ അപ്പോൾ ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല, 8 മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. നമുക്ക് അടിപൊളിയല്ലേ കാണാനായിട്ട്. ഫ്രണ്ടിൽ തന്നെ അതോ എൻട്രൻസ് പ്ലാസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ ഒരു വനശ്രീയുടെ എക്കോ ഷോപ്പൊക്കെ കാണാം കേട്ടോ. നമുക്ക് അടിപൊളി. പക്ഷേ അത് ഓപ്പൺ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം. നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഈ ഗേറ്റ് വഴിയാണ് കേട്ടോ നമുക്ക് ഉള്ളിലോട്ട് പോകേണ്ടത്. ഈ സൈഡിലൊരു സെക്യൂരിറ്റി ഡെസ്കൊക്കെ ഉണ്ട്. നമുക്ക് ഗായ്സ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് കയറുകയാണ് കേട്ടോ. ഇവിടെ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ബോട്ടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോർമലി ഒരാൾക്ക് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ചൈൽഡിനാണെന്നുണ്ടെങ്കിൽ 45 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെ ട്രെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് കതിർമുടിയും അതുപോലെ കിഴക്കുമല പാറ എന്ന് പറഞ്ഞിട്ട് 2 ട്രെക്കിങ്ങാണ് കേട്ടോ നമുക്കുള്ളത്. ഇവിടെ റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ് അപ്പോൾ നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വന്നത് 135 രൂപയാണേ. അതായത് 60 രൂപ ഒരാൾക്ക് ചാർജ് വരും. അപ്പോൾ എനിക്ക് ശിവയ്ക്കും കൂടി 120 രൂപ. പിന്നെ ബൈക്ക് പാർക്കിങ് 15 രൂപ. ഇപ്പോൾ ഉള്ള എല്ലാ എക്കോ ടൂറിസത്തിലും അറിയാമല്ലോ 15 രൂപ തന്നെയാണ് ബൈക്കിൻ്റെ പാർക്കിങ് വരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് 135 രൂപയാണ് നമുക്കിപ്പോൾ ടിക്കറ്റ് റേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ മുന്നിലോട്ട് പോകാം. നമുക്ക് ഈ സൈഡിലായിട്ട് തന്നെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടോ. കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ സൈഡിൽ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. ഗായ്സ് അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന ഒരു വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ ഈ സൈഡിലൊക്കെ ആയിട്ടുണ്ടോ ഫുള്ള് ബിൽഡിങ്ങുകളാണ് കേട്ടോ. അതായത് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സ് പോലത്തെ സംഭവങ്ങളാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ താമസം ഉണ്ടോ എന്ന് അറിഞ്ഞില്ല കേട്ടോ. എല്ലാം ആ ഒരു ഇതിൽ തന്നെ എന്താ പറയുക, വലിയ അനക്കമൊന്നുമില്ല. രാവിലെ ആയി വരുന്നതല്ലേ ഉള്ളൂ, 8 മണി ആയല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും കേട്ടോ. പോകുന്ന വഴി തന്നെ ഇങ്ങനെ ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ഓരോ ബോർഡുകളുണ്ട്. പക്ഷേ അത് ക്ലിയർ അല്ല കേട്ടോ. ഈ കാട്ടിനകത്ത് ഇരിക്കുന്നത് കൊണ്ടേ ഫുള്ള് പായലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതായത് വെൽക്കംസ് യു എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡാണ് കേട്ടോ. ഗായ്സ് അതുപോലെ ഈ സൈഡിലൊക്കെ ഫുള്ള് സ്റ്റോൺ ബെഞ്ചസ് ഉണ്ട്. നമുക്ക് ഗേറ്റ് മുതൽ നമുക്ക് ഈ ഒരു ഭാഗം വരെ ഫുള്ള് സ്റ്റോൺ ബെഞ്ചസ് ആണ് കേട്ടോ. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. ഗായ്സ് നമുക്ക് മുന്നിലായിട്ട് നമുക്ക് ഒരു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഞാൻ പറഞ്ഞില്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിടിലമായിട്ടുണ്ടേ. ചെറിയ പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി കിടിലം കേട്ടോ, അടിപൊളി. ഗൈസ് അതുപോലെ നമ്മൾ ഈ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബോർഡ് തന്നെ ഉണ്ട്. ബോട്ടിങ് എലിഫൻറ്റ് എൻക്ലോഷർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫീഡിങ് ഏരിയ, കഫറ്റേരിയ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡുണ്ട് കേട്ടോ. നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ മുന്നിലോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബോട്ടിങ്ങിൻ്റെ. അതൊക്കെ നമുക്ക് പോയി നോക്കണം കേട്ടോ. ഗൈസ് നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു ആനയെ കണ്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എൻ്റെ അടുത്തോട്ടാണല്ലോ വരുന്നത്. അടിപൊളിയേ, ഒരു വിറകിൻ്റെ കഷ്ണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഗായ്സ് ഈ ഒരു ആന മാത്രമല്ല കേട്ടോ, നമുക്ക് പുറകിൽ നിന്ന് വേറെ ആനകൾ നിരന്ന് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഓരോ ആനയ്ക്കും 2 പാപ്പന്മാർ വെച്ചാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ രാവിലത്തെ സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ആനയെ ഇങ്ങനെ ഓപ്പണായിട്ട് കൊണ്ടുവരുന്നത്, അതായത് വാക്കിങ്ങിന് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോകണമെന്നുണ്ട്, പക്ഷേ ചെറിയൊരു പേടിയായതുകൊണ്ടാണ് കേട്ടോ പോവാത്ത. എന്തായാലും കൊള്ളാവേ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക്
ഗായ്സ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളെന്താ ആനയുടെ പുറകെ പോവുകയാണേ. അടിപൊളിയായിട്ടുണ്ട് നോക്കി ഗായ്സ്. അപ്പോൾ നമ്മളിതാ നടന്ന് ആ ഒരു ബോട്ടിങ്ങിനടുത്തെത്തിയേ. ഞാൻ അതിൻ്റെ വിഷ്വലൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ നെയ്യാറിൻ്റെ തന്നെ ഈ ഒരു റിസർവ്ഡ് ഏരിയ ഇല്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് കേട്ടോ ഈ ആനകളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആനയുടെ വാക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. വാക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. 3 പേരെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം മതപ്പാടിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇതിനൊക്കെ ഓപ്പണായിട്ട് കൊണ്ടുവരത്തില്ല. ഇപ്പോൾ ഈ മതപ്പാടൊക്കെ മാറിയതിന് ശേഷം കൊണ്ടുവരുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മോർണിംഗ് ടൈമിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വാക്കിങ്ങുകളും ഈ ആന ഇത്ര അടുത്തൊക്കെ കാണാൻ പറ്റും. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇവരൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവരെ കെട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അതിലോട്ട് കെട്ടുമ്പോൾ പിന്നെ നമുക്ക് അത്രയും അടുത്ത് പോയിന്ന് കാണാൻ പറ്റില്ല. അതുപോലെ ഈ നടന്ന് പോകുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഈ കുട്ടവഞ്ചിയിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. ഈ കുട്ടവഞ്ചി ഉപയോഗിച്ച് തന്നെ ഓരോ ചെറിയ ചെറിയ ഷെഡുകൾ പോലെ ചെയ്തിരിക്കുന്നുണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നിൽ ആ ഭാഗത്തായിട്ടൊക്കെ പെഡൽ ബോട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെഡൽ ബോട്ടിന് അവിടെ 100 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്കുള്ളത്. നോക്ക് അടിപൊളിയായിട്ടുണ്ട്. ബോട്ടിങ്ങിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാംബു റാഫ്റ്റ് ചങ്ങാടം ഉണ്ടല്ലോ, അപ്പോൾ അത് 30 മിനിറ്റാണ് കേട്ടോ മിക്കതും. അതുപോലെ തന്നെ പെഡൽ ബോട്ടാണെങ്കിൽ 2 സീറ്റാണ്. ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് 30 മിനിറ്റ്. ഫോറിനേഴ്സ് ആകുമ്പോഴത്തേക്കും റേറ്റ് കൂടും. നോർമലി എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കേട്ടോ. പെഡൽ ബോട്ട് 4 സീറ്റിൻ്റെതും ഉണ്ടേ കണ്ടോ ഗൈസ്. ഈ മുന്നിൽ കാണുന്ന ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് ഈ ബോട്ടിങ്ങിലോട്ടൊക്കെ പോകുന്നത്. നമുക്ക് അടിപൊളിയായിട്ടുണ്ടേ കണ്ടോ. ഇവിടെ നിന്നാണ് ഇതിപ്പോൾ മുന്നിൽ കിടക്കുന്നതൊക്കെ ഈ 2 പേർക്കുള്ള ബോട്ടാണ് കേട്ടോ. 2 പേർക്കുള്ള ബോട്ടും 4 പേർക്കുള്ള ബോട്ടും ഉണ്ട് പെഡൽ ബോട്ട്. പിന്നെ അതുപോലെ കുട്ടവഞ്ചിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടുണ്ടേ. ബാംബു റാഫ്റ്റാണെന്ന് തോന്നുന്നു. ആ സൈഡിൽ കണ്ടോ വേണ്ട, ഇത് ബാംബു റാഫ്റ്റാണ് ഈ സൈഡിൽ കാണുന്നത്. ചങ്ങാടം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വെള്ളമൊക്കെ കിടക്കുന്നത് അടിപൊളി. അവിടെ മുന്നിലായിട്ടൊരു ചുമന്ന ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകരുതെന്നുള്ളതിൻ്റെ സൈനായിരിക്കും കേട്ടോ. അതാ മുന്നിലായിട്ടൊരു വലിയൊരു കുമിളിൻ്റെ മാതൃകയിൽ തന്നെ ഒരു ഷെഡ് ചെയ്തിരിക്കുന്നുണ്ടോ. ഗായ്സ് അതുപോലെ ഇവിടെ പുസ്തകക്കൂടെന്ന് പറഞ്ഞിട്ട് കണ്ടോ ഈ ഒരു റെസ്റ്റിംഗ് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ വന്നിരിക്കുന്നവർക്ക് ചെറിയ കുറച്ച് പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആവാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിയൊക്കെ കൊള്ളാം. ഇതാ ഈ സൈഡിൽ നിന്ന് വേറൊരു ആന വരുന്നുണ്ടോ. ഇതാ ഹണി ബീ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ടോ, ഒരു ബിൽഡിങ്. ഇത് തേനിൻ്റെയൊക്കെ പ്രോസസ്സിങ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് എൻട്രി ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. ബോട്ടിംഗ് എന്ന് വെച്ചാൽ പെഡൽ ബോട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പേര് മാത്രമാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു പെഡൽ ബോട്ട് 2 പേർക്ക് പോകുന്ന പെഡൽ ബോട്ടാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റത്തേക്ക് 100 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചവിട്ടി ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല നെയ്യാറിൻ്റെ ഈ ഒരു റിസർവ്ഡ് ഏരിയ, ആ ഒരു ഭാഗത്താണ് നമുക്ക് ചവിട്ടാനായിട്ട് പറ്റുന്നത്. പിന്നെ ഉള്ളത് കുട്ടവഞ്ചിയാണ്. അതാകുമ്പോൾ 2 പേർക്ക് വേണ്ടിയിട്ട് 400 രൂപയാവും. ഇവിടെ നിന്ന് ഒരാളും ഉണ്ടാവും. ആ പുള്ളിക്കാരനായിരിക്കും അത് തുഴയുന്നത്. അത് കുറച്ച് ദൂരമൊക്കെ പോകും കേട്ടോ. അങ്ങനെ പോയി കറങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ 2 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബാക്കി ആളെണ്ണം കൂടുമ്പോഴത്തേക്കും ബാക്കിയുള്ള സംഭവങ്ങൾ കാണും. ഇപ്പോൾ നമ്മൾ 2 പേര് മാത്രമേ ഇവിടെ വിസിറ്ററായിട്ടുള്ളൂ. പിന്നെ മുന്നിലിപ്പോൾ 1-2 പേരെ വന്നിട്ടുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ആനയെ കുളിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ 9 മണി കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റിസർവ്ഡ് ഏരിയ തന്നെയാണ് ആനയെ കുളിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വാക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് ആനയെ കുളിപ്പിക്കുന്നത്, അതിലോട്ട് പോകുന്നത്. അതിന് ശേഷമാണ് അതിന് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഈ രാവിലെയുള്ള സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഗൈസ് അപ്പോൾ ആനയെ കുളിപ്പിക്കാനായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലോട്ട്. നോക്കി ഗൈസ് അതുപോലെ നമുക്കിതാ ഈ ഒരു സൈഡിലൊക്കെ കഫറ്റേരിയാസൊക്കെ കാണാൻ കേട്ടോ. അടിപൊളി ബിൽഡിംഗ് ആണ്. നമുക്ക് കിട്ടില്ല ബിൽഡിങ്. നമ്മൾ ഫോറസ്റ്റ് മ്യൂസിയത്തിലൊക്കെ കാണുന്ന അതേപോലത്തെ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ.
അതേ കളറിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നും. പെയിൻ്റൊക്കെ അതേ കളറാണ് കേട്ടോ. അടിപൊളി. നമുക്ക് കിടിലമായിട്ട് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. അടിപൊളിയായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിതാ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴല്ല, ആനകളെ കുളിപ്പിച്ചതിന് ശേഷം ഒരു 10 മണിയാകുമ്പോഴത്തേക്കാണ് ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ആനകൾക്കുള്ള ക്യാൻറ്റീൻ്റെ അടുത്തോട്ട് വരികയാണേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെയാണ് കേട്ടോ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നത്. ഈ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആനയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആനയ്ക്ക് ചോറും അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ അവരെ കാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഗായ്സ് ആ മുന്നിലായിട്ടേ ഒരു പിടിയാന ആഹാരം കൊടുക്കുന്നുണ്ടോ. നമുക്ക് അടുത്തോട്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ. ഈ ആഹാരം കൊടുക്കുന്ന സമയത്ത് അടുത്തോട്ട് പോകാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതുവരെ നിൽക്കാനായിട്ട് പറ്റും. നമുക്ക് ഗായ്സ് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ബാക്കി കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആനകളുണ്ടല്ലോ, അവരെയും കൂടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ആഹാരം കൊടുക്കും കേട്ടോ. ആഹാരം കൊടുത്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് കാട്ടിലോട്ട് കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആനയുടെ പുറകിലൂടെ മാത്രമേ പോകാനായിട്ട് പറ്റൂ കേട്ടോ. അങ്ങോട്ട് കുട്ടി ആനകളുണ്ട്. ഇപ്പോൾ ഈ കുട്ടി ആനകളെ നമ്മളെ മുന്നിൽ ഇവിടെ അല്ല കുളിപ്പിക്കുന്നത്. അപ്പോൾ അവരെ ഇപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ ഇവരെ കാണാനായിട്ട് പറ്റില്ല. 4 പേരെ കണ്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യണം. ബാക്കിയുള്ള ആനകളും കൂടെ വന്ന് ആഹാരം കഴിച്ചതിന് ശേഷമായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കുട്ടി ആനകളെ കാണാനായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പുള്ളിക്കാരൻ. ഫോറസ്റ്റിൻ്റെ ആളാണ്, ഇവിടുത്തെ ഓഫീസറാണ്. പുള്ളിക്കാരൻ വന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അവരെ കൂടെ പോവുകയാണേ. ഞാൻ മുന്നിലോട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കുട്ടിയാനെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെ ഒരു അടിപൊളി കുട്ടിയാനയുണ്ടേ, ഞാൻ കണ്ടിട്ടില്ല ഗായ്സ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അതാ ഈ ഒരു വഴിയിലൂടെയാണ് പോകേണ്ടത്. അതാ ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോ, സ്റ്റോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു അടിപൊളി ഗ്യാലറിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് എന്താണെന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് മുന്നിലോട്ട് പോകാവേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വഴിയൊക്കെ. നമുക്ക് അങ്ങ് ദൂരമായിട്ട് വീണ്ടും ഒരു ബിൽഡിംഗ് ഉണ്ട്. സെയിം ഞാൻ പറഞ്ഞ അതേ പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇവിടെ. അതേ കളർ, ഒരു മാറ്റവും ഇല്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയത് പോലത്തെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്. നമുക്ക് അടിപൊളി കണ്ടോ. ഞാൻ ഈ ഗ്യാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി ഗ്യാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നമുക്ക് ആ ഗ്യാലറി ഇരുന്നിട്ട് നമുക്ക് ആനകളെ കാണാനായിട്ട് പറ്റും. ആ ഒരു സംഭവമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്യാലറി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്കിതാ മുന്നിലോട്ട് പോകാം. അപ്പോൾ അങ്ങ് മുന്നിലൂടെയൊക്കെ ഒരു ഫോറിനേഴ്സൊക്കെ പോകുന്നുണ്ട് കണ്ടോ. ഗായ്സ് ഇതൊരു പ്രസനൻ്റെ ഒരു വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ആനയ്ക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോകുന്നതാണേ. ഗായ്സ് നമ്മളിതാ നടന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തിയേ. ആനക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോവുകയാണേ. അവിടെ ആയിരിക്കും മിക്കവാറും ഈ പറയുന്ന കുട്ടിയാനകളൊക്കെ ഉള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതാ നിൽക്കുന്നത് മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. നോക്ക്. പോയാണ് നിലമ്പൂരിൽ നിന്നതാണ് ഇപ്പൊ കൊണ്ടുപോയതല്ലേ. ഇത് അച്ഛൻ കോവലൂർ മണ്ണാർക്കാട്. അത് നമ്മളെ ബദില അറിയാം. ബിദുര. ആ രാജു എന്ന് പറയുന്ന ആനയ്ക്ക് എന്ത് പറ്റിയതാണത്? മറ്റേ ഈ അസുഖമാണോ? കൊറോണ സമയത്ത് ആനയ്ക്കും വന്നു, കർപ്പസം എന്ന് പറയുന്ന രോഗം ആനയ്ക്കും വന്നു. ഓ അങ്ങനെ പെട്ടെന്ന് ഒരു പനി ഒരു വിടയില്ല. അത് 4 പോയ സമയത്ത് കുട്ടിയാണ്. ഇതിലെന്തൊക്കെ ചേരും ഈ ഫുഡിൽ? അരി വേറെ കരി, ഗോതമ്പ്, റാഗി, കൂവരരി, അവല്, പയറ്, പരിപ്പ്, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ഗോതമ്പ് പൊടി എല്ലാം ഉണ്ട്. പരിമ്പുകൾ. ഗായ്സ് നമ്മൾ ഈ കുട്ടിയാനകളുടെ ഫീഡിങ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത് അവരെ ഇടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ഫെൻസില്ല, ഇതിനകത്ത് തന്നെയാണ് കേട്ടോ. അവരെ ഓപ്പണായിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു വിഷമമുള്ളൊരു കാര്യമുണ്ട് ഗായ്സ് പറയാനായിട്ട്. അതായത് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന സമയത്ത് രാജു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാന ഉണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റേ കുറി, ശിവനെ പോലെ കുറിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഗണപതിയെ കണക്കൊക്കെ ഇരിക്കുമായിരുന്നു. നല്ല ലുക്കായിരുന്നു കാണാൻ. പക്ഷേ അതിന് 2 വയസ്സാണ്, 1.5 വയസ്സാണ്ട് ആ ടൈമിനുണ്ടായിരുന്നു കേട്ടോ. അത് 2 വയസ്സായപ്പോഴത്തേക്ക് അത് മരിച്ചു കേട്ടോ. അപ്പോൾ ഞാനതിവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ 4 വയസ്സുള്ള ആന ഒരു പക്ഷേ അതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് ചോദിച്ചത്. പക്ഷേ ആ സമയത്ത് തന്നെ 4 ആനകളെ കണ്ട് മരിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിലൊന്നായിരുന്നു രാജു. അപ്പോൾ അവ ഇപ്പോൾ ഇവിടെ ഇല്ല ഗൈസ്. ബാക്കിയുള്ള 3 കുട്ടിയാനകളെ എന്താ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചങ്ങലയൊക്കെ അഴിച്ചിട്ടേക്കാണേ.
കൂട്ടുകാരൊക്കെ എത്തിയപ്പോഴത്തേക്കും മറ്റേ ആണെങ്കിൽ അടുത്ത് വന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. ഇവർ 4 പേരും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ അവർക്ക് ഇതിനകത്ത് തന്നെ ഫ്രീ ആയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ നിൽക്കാം. പിന്നെ അതുപോലെ ആഹാരം കഴിയുന്നതിന് സമയത്ത് ആഹാരം കൊണ്ട് കൊടുക്കും. അതുപോലെ വെള്ളം ഇതൊക്കെ അവർ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയല്ലേ. ഇതൊക്കെ ഈ മോർണിംഗ് ടൈമിൽ വന്നാൽ മാത്രമേ നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കൂ കേട്ടോ. താമസിച്ച് കഴിഞ്ഞാൽ അവർ ഈ ഇതിനകത്ത് നിൽക്കുന്നത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നമുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് അടയ്ക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് വഴി തെറ്റിയതാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പിടിയില്ല. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലോട്ട് പോകണമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. പക്ഷേ അങ്ങോട്ട് പുറകിലോട്ട് ആരുമില്ല. ഞാനും ശിവൻ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും അതാ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സ്കൂൾ കുട്ടികളൊക്കെ ടൂർ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗായ്സ്. അതുപോലെ ഇതാ ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഭാഗമില്ലേ, ഈ ഭാഗത്താണ് കേട്ടോ വളരെ കുട്ടിയായിട്ടുള്ള ആനകളെയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇവിടെ വേറെ ആനയൊന്നുമില്ല. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ രാജു എന്ന് പറയുന്ന ആ ഒരു ആനയെ കണ്ടിട്ടുള്ളത് കേട്ടോ. ആ മുന്നിൽ കാണുന്ന ആ ഒരു ഫെൻസ് ഉണ്ടോ, തൂണ് കൊണ്ടുള്ള കല്ല് കൊണ്ടുള്ള ഫെൻസ്, അതിൻ്റെ അവിടെയൊക്കെ അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം കേട്ടോ. 2 വർഷം മുന്നേ ഉള്ളതാണേ. ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് കറങ്ങിയതാ വീണ്ടും ഈ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമില്ലേ, അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ഷോപ്പുണ്ട്, എക്കോ ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് വന്നതാണേ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് കേട്ടോ ആ ഒരു എക്കോ ഷോപ്പ് വരുന്നത്. നമുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നോക്ക്, കോഫീസിൻ്റെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കണ്ടോ. അതുപോലെ തന്നെ കൂവപ്പൊടി അതൊക്കെ വെച്ചിട്ടുണ്ട് ഗായ്സ്. അതുപോലെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടോ. നമുക്ക് ഈ ബാമ്പു ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന പെൺപോട്ട് കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അത് നന്നായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഇഞ്ചി സർബത്ത് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. നന്നാറി സർബത്ത് നോക്ക് ഗായ്സ്. ഇത് കണ്ടോ, തേയിലപ്പൊടിയാണ്, സ്ട്രോബെറി ടീ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഫ്ലേവേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടോ, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ലെമണിൻ്റെ ഉണ്ട്, സ്ട്രോബെറി, വാനില കണ്ടോ. അതുപോലെ ഈ ഒറിജിനൽ സാൻഡലിൻ്റെ സോപ്പ് കണ്ടോ. ഇതൊക്കെ എത്രയാണ് മാം വരുന്നത്? 3 എണ്ണത്തിനും കൂടി. ഈ 3 സോപ്പിനും കൂടി 235 രൂപയാണ് കേട്ടോ ആവുന്നത്. നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഈ ഷെൽഫുകളിലൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളി. തേനിൻ്റെ വെറൈറ്റീസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. തേനിൻ്റെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് നോക്ക്, അടിപൊളിയല്ലേ, കൊള്ളാം. പലതരം എണ്ണകളൊക്കെ ഉണ്ട് കേട്ടോ, ഓയിൽസൊക്കെ ഉണ്ട്. അതുപോലെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുന്നുണ്ടോ, കൊള്ളാം കേട്ടോ. പുട്ടുകുറ്റിയൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ, ബാമ്പൂല് പുട്ടുകുറ്റി, അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ ഷോക്കേസിൽ വയ്ക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തവി ഐറ്റംസ് എല്ലാം എന്താ ഫുള്ള് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിരട്ട വെച്ചിട്ടുള്ളത് എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ. വട്ടിയൊക്കെ താഴെ പല സൈസിനുള്ള വട്ടീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഗായ്സ്, അതുപോലെ ഈ കാണുന്ന ആനയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഈട്ടിത്തടിയിൽ ചെയ്ത ആനകളാണ് കേട്ടോ. നോക്ക് ഗായ്സ്, അപ്പോൾ നമ്മളിത് ആ ഒരു എക്കോ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാ, ഇത് വന്നിട്ട് നന്നാറി സർബത്താണ് കേട്ടോ. അതിൻ്റെ സിറപ്പുണ്ടല്ലോ, അതാണ് വാങ്ങിച്ചത്. എന്തായാലും കൊള്ളാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടോ. നമ്മളല്ലാതെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗി. എനിക്ക് ആ ടേബിൾ സ്റ്റാൻഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ ആ ആന ഈട്ടിയിൽ ചെയ്തിരിക്കുന്ന ആനയാണ്. പക്ഷേ കുട്ടിയായിട്ടുണ്ടായിരുന്ന ആന നേരത്തെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇരിക്കുന്നത് മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് 3200 സംതിങ്ങിനെ കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് സൈസ് ഉള്ളതാണ്. വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കരിങ്കാലി മാല എന്നൊക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അത് അറിയാമല്ലോ അല്ലേ.
അപ്പോൾ ആ ഒരു മാലയൊക്കെ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 രൂപയ്ക്കാണ്. അതായത് ഒറിജിനലാണ് സംഭവം. ഇവിടെ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഐറ്റംസാണ്. ഇവിടെ കുറേ ട്രൈബൽസാണ് ഇതെല്ലാം ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നതൊക്കെ. അതിന് വളരെ വിലക്കുറവാണ്. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ അല്ലാതെ നോക്കുന്ന സമയത്ത് ഓൺലൈനിൽ വിലക്കുറവ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന് ഒറിജിനലാണോ നമുക്കറിയില്ല. അല്ലാതെ ഈ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ എന്നാലും ഇതിൽ നിന്നും വില കൂടുതലായിട്ടാണ് ഞാൻ പലർക്കും കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ബ്രേസ്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ 75 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. മാലയാണെന്നുണ്ടെങ്കിലും അതേ റേറ്റ്, ഒരു 150 ആ റേഞ്ചിലൊക്കെ ഈ എബണീര മാല, അതായത് കരിങ്ങാലി മാല കണ്ടു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രക്തചന്ദനത്തിൻ്റെ മാല 575 അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, അതേപോലെ അതിൻ്റെ പകുതി വിലയൊക്കെ ആയിരിക്കാം. പക്ഷേ അടിപൊളിയാണ്. അങ്ങനെ ഒരുപാട് സംഭവം അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വരുന്നവർ. ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വരാനായിട്ട് നോക്കുക കേട്ടോ. താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുക. നമ്മൾ വരുമ്പോൾ എല്ലാം ഫുള്ളായിട്ട് കണ്ടു പോകുന്ന രീതിയിൽ വരണം. പിന്നെ ഫുഡാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് അത്യാവശ്യം കാപ്പിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ ചായ, അങ്ങനെയുള്ള റീഫ്രഷ്മെൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഫുള്ളി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഈ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മൈ ഫാസ്റ്റ് ടെക്കി സൈനിങ് ഓഫ്.